വർഷത്തിലെ അവസാന ദിവസമായ ഡിസംബർ 31 ആഘോഷിക്കുന്ന ഒരു ജാപ്പനീസ് ട്രഡീഷണൽ സെലിബ്രേഷനാണ് ഒമിസോക്ക. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷിൻഡോ ഷ്രൈനിലെ ഒമിസോക്ക സെലിബ്രേഷൻ കാണാൻ പോയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസംബറിലെ ഈ അവസാന രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. നല്ല തണുത്ത് വിറച്ച് തന്നെയാണ് ഞങ്ങൾ ഷ്രൈനിലേക്ക് പോയത്. ആ കാണുന്ന വെളിച്ചമുള്ളതാണ് നമ്മുടെ ഷ്രൈൻ. ഇന്ന് ഒമിസോക്ക സെലിബ്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് വശങ്ങളിലുള്ള എല്ലാ ലൈറ്റുകളും കത്തിച്ചിരുന്നു. ഈ തൊരി ഗേറ്റ് കടന്നു വേണം നമുക്ക് ഷ്രൈനിനുള്ളിലേക്ക് കടക്കാൻ. ഞങ്ങൾ കുറച്ചധികം നേരത്തെ തന്നെ അവിടെ എത്തിയത് കൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ തിരക്കില്ലാതെ കാണാൻ സാധിച്ചു. ആ സമയത്ത് അവിടെ ആളുകൾ വളരെ കുറവായിരുന്നു. അവിടെ 1-2 സ്നാക്ക് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ പെരുന്നാളും ഉത്സവവും ഒക്കെയാണ് ഓർമ്മ വന്നത്. ആ സമയത്ത് അതൊക്കെ ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്തു. ഇതാണ് ചോക്കോ ബനാനാസ്. ജപ്പാനിലെ ഫുഡ് സ്റ്റോളിലൊക്കെ കാണുന്ന ഒരു പോപ്പുലർ സ്നാക്കാണിത്. ഷ്രൈനിൻ്റെ ഒരു വശത്തായി കുറച്ച് സ്റ്റോറുകൾ കാണാം. ഇവിടെ പലതരത്തിലുള്ള ഡെക്കറേഷൻ സാധനങ്ങളാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയറിന് ഒരുക്കമായിട്ട് ജപ്പാൻകാര് അവരുടെ വീടും പരിസരവും ഒരു മുക്കും മൂലയും പോലും വിടാതെ നല്ല വൃത്തിയായി ക്ലീൻ ചെയ്യാറുണ്ട്. എന്നിട്ട് ഇതുപോലെയുള്ള ന്യൂ ഇയർ ഡെക്കറേഷൻ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങി ഡോറിലും വീടിനുള്ളിലും ഒക്കെ വെക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു ഇതൊക്കെ. ഈ കാണുന്ന ഡെക്കറേഷനെ ഷിമെ കസാരി എന്നാണ് പറയുന്നത്. ഈ ഷിമെ കസാരി മിക്ക ജപ്പാൻകാരുടെ വീടിൻ്റെ ഡോറിലും തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കാറുണ്ട്. ഇതൊരു തരം കയറ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഈവിൾ സ്പിരിറ്റിനെ ഓടിച്ചു വിടുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ പോപ്പുലറായ വേറൊരു ഡെക്കറേഷനാണ് ഇത്. ഇതിൻ്റെ ചെറുതും വലുതുമൊക്കെ കടകളിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. ഇതിനെ കഡോമട്സു എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ കഗാമി മൊച്ചി എന്ന് പറഞ്ഞ ഈ ഡെക്കറേഷനും ന്യൂ ഇയർ സമയത്ത് വളരെ പോപ്പുലറാണ്. ഷ്രൈനിൻ്റെ ഒരു വശത്തായി ഇങ്ങനെയൊരു സ്ഥലം കണ്ടു. ഇതുപോലെ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ച് വീടുകളിൽ വെച്ചിരിക്കുന്ന ഡെക്കറേഷൻ സാധനങ്ങൾ ഒരു കൊല്ലത്തിന് ശേഷം ഇവരിവിടെ കൊണ്ടേ നിക്ഷേപിക്കും. അത് ഇവർ കത്തിച്ച് കളയുവാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അവർ അരിഗാത്തോ ഗൊസൈമഷിത, അതായത് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഈ സാധനങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നത്. കാഴ്ചകൾ കണ്ടു നടന്നപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. 12 മണി ആകാറായപ്പോഴേക്കും ഷ്രൈനിൽ വന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടിയിരുന്നു. ഷ്രൈനിൻ്റെ മുൻപിൽ നിന്ന് അങ്ങ് ഏറ്റവും ഫ്രണ്ടിലുള്ള എൻട്രൻസ് വരെ നീണ്ട ക്യൂ ആയിരുന്നു. എണ്ണിയാൽ തീരാൻ പറ്റാത്ത അത്രയും ആളുകൾ ഉണ്ടായിരുന്നു. നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു. പക്ഷെ ആ തണുപ്പൊന്നും ആർക്കും ഒരു പ്രശ്നമേ അല്ലായിരുന്നു.
12 മണിയായി. ഇപ്പോൾ 2023 അപ്പോൾ ആളുകളെല്ലാം നടന്ന് ആ ഷ്രൈനിൻ്റെ കറക്റ്റ് മുമ്പിൽ പോയിട്ട് തൊഴുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഷ്രൈനിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. ഈ ക്യൂവിൽ നിൽക്കുന്നവരെല്ലാം ഇതുപോലെ വന്ന് ബോ ചെയ്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെയോ വേറെ ഫങ്ഷൻസ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഫങ്ഷൻ കാണാൻ വന്നത് തന്നെ. പക്ഷേ തണുപ്പ് സഹിക്കാനേ പറ്റുന്നില്ലായിരുന്നു. നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ തണുത്ത ഐസായി. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾ ബോ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടുള്ള ക്ഷമ ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ന്യൂ ഇയർ കൂടി കഴിഞ്ഞു. 2023 ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് നടന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ജപ്പാനിലെ പുതിയ കാഴ്ചകളായി ഞങ്ങൾ വീണ്ടും വരാം.